അപ്പം ഇതെല്ലാം അന്വേഷിക്കാനുള്ള ശക്തമായ അന്വേഷണത്തിന് മുന്നോട്ട് പോകണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. ആദ്യമായി ഈ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്. സുഭാഷ് കപൂർ എന്ന ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് ഏജന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ചോദിച്ചത്. അന്ന് കോടതിയുടെ ആ പരാമർശം എത്ര ശരിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടക്കട്ടെ, പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല. ഒരു അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇതിന് CBI അന്വേഷണം വേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരും എന്നതാണ് വസ്തുത. അപ്പോഴത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത്. ഇപ്പം തന്നെ പുതിയ പുതിയ ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നു. അവരൊക്കെ ഇതുമായി പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അപ്പം സമഗ്രമായ ഒരു കോടതിയുടെ നിയന്ത്രണത്തിലുള്ള CBI അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ട ഘട്ടമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. SIT അവരെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യട്ടെ. എല്ലാ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും SITയുടെ പ്രവർത്തനങ്ങളെ കൊള്ളക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണം വൈകിപ്പിക്കുന്നു, അന്വേഷണത്തിൽ മെല്ലെപ്പോക്കുണ്ടാകുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. നിലവിൽ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടതുകൊണ്ട് കേസിൽ സർക്കാർ ഇടപെടുകയാണ്. മുൻ മന്ത്രിമാരുടെ പേരുകൾ ഉൾപ്പെടെ ഇതിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ തരത്തിൽ ഇടപെടുന്നതെന്നും ചെന്നിത്തല ആരോപണം ഉന്നയിക്കുന്നു.